ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് യോജിക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ആ ലോകത്ത് ഞാനില്ല അതിന് നീ ഏതാ? കേട്ടോ. ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ കണ്ടാത്തില്ല. ഞാനും കൊല്ലാത്തില്ല. ഞാനും ഇല്ല. അയ്യോ ഞാനതിലൊന്നും ഇല്ല. ഞാനത് ഇല്ലേ ഇല്ല. ഞങ്ങൾ ഈ 8 പേരില്ലാത്ത ഏത് ലോകത്തെ കുറിച്ചാണ് ലാലേട്ടൻ പറയുന്നത്? വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെ. എന്തായാലും വീഡിയോയിൽ ഇവരെ ഉൾപ്പെടുത്താൻ മറന്നുപോയി, ക്ഷമിക്കണം. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് യോജിക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ലോകം മുഴുവനോ? ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. റഷ്യ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇതുപോലത്തെ ട്രംപ് പോലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. 64 രാജ്യത്ത് ഇപ്പോഴും ബാനാണ്. ദെൻ ഹൗ ക്യാൻ യു ജനറലൈസ് ലാലേട്ടാ? ഇറ്റ്സ് ക്ലിയർലി എ മെന്റൽ ഇൽനെസ് ഒരു ഹോർമോണൽ ഇംബാലൻസ്. കുറെ എണ്ണം പൊക്കി പിടിച്ചിറങ്ങിയിട്ടുണ്ട് LG HD TV എന്നും പറഞ്ഞ്. അമേരിക്കയും റഷ്യയും 64 കൺട്രീസും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ബ്രോ പറയുന്നു. എന്നാൽ നേച്ചറിൽ ഇത് ഓൾറെഡി ആക്സെപ്റ്റബിൾ ആണ്. നമ്മൾ പറയും ഇതൊരു പ്രകൃതി വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്, ഇതിനാരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ 300-ലധികം സ്പീഷീസിൽ നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ഇതുപോലത്തെ ഒരു റിലേഷൻഷിപ്പ് അതിലുമുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ ചിമ്പാൻസീസ് ഇതുപോലത്തെ റിലേഷൻഷിപ്പ് ഓൾറെഡി എക്സിസ്റ്റഡ് ആണ് അവരുടെ സ്പീഷീസിൽ തന്നെ. സോ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു അൺനാച്ചുറൽ ആയിട്ടുള്ള തിങ് അല്ല, ഇത് ഓൾറെഡി എവല്യൂഷനിൽ എക്സിസ്റ്റഡ് ആണ്. പിന്നെ നമുക്ക് ആദ്യം ഓരോ ഓരോ ഇതാക്കിയിട്ട് പറയാം. ഈ വീഡിയോയിൽ ഞാൻ ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെ ലെസ്ബിയൻ ഗേ ആ ഒരു 2 ഗ്രൂപ്പുകൾ മാത്രമാണ് ഞാൻ ഇതേ പറയുന്നുള്ളൂ. ബാക്കിയൊന്നും ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല, ഞാൻ ഇതാക്കുന്നില്ല. സോ നമുക്ക് ആദ്യം ട്രാൻസ്ജെൻഡേഴ്സിന്റെ കേസ് എടുക്കാം. ഇത് അവനോട് മാത്രമല്ല നിങ്ങളെല്ലാവരോടും ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. നീ ഒരു ആണാണോ പെണ്ണാണോ എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇതിൻ്റെ ഒരു ഉത്തരം ഞാൻ ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റി വിശദീകരിച്ചതിന് ശേഷം നിങ്ങളോട് പറയാം. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ സത്യം പറഞ്ഞ ഒരു ബ്രൂസ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ 6 മാസം പ്രായം ഉണ്ടായിരുന്ന ഒരു ചെറിയ കുട്ടിയായിരുന്നു. അവൻ്റെ സർക്കംസ്റ്റേഷൻസ്, അതായത് അവൻ്റെ പീനസിന് ഫോർസ്കിൻ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലായിരുന്നു. പക്ഷേ ആക്സിഡൻ്റലി ആ ഒരു ഡോക്ടർ പീനസ് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു ബൈ ആക്സിഡൻ്റലി. സോ പാരൻസ് ആണെങ്കിൽ വേറൊരു ഡോക്ടറിനെ കണ്ടിട്ട് എന്താണ് ഇത് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഡോക്ടറാണ് സജസ്റ്റ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്തു. അതായത് നിങ്ങൾക്കിനി ഈ കുട്ടീനെ ഒരു പെണ്ണാക്കിയിട്ട് വളർത്തിക്കോടെ, അതായത് ടെസ്റ്റിക്കിൾസും കൂടി മുറിച്ച് കളഞ്ഞ് ഒരു പെണ്ണിനെ പോലെ വളർത്തിക്കോടെ എന്ന് പറഞ്ഞു. സർപ്രൈസിംഗ്ലി പാരൻസ് അതിനെ അഗ്രി ചെയ്തു. അതായത് ഒരു പെണ്ണിനെ പോലെ വളർത്താന്ന്. സോ ആ ഒരു ജോൺ മണി എന്ന് പറഞ്ഞ ആ ഒരു സയൻറ്റിസ്റ്റിന് ഇത് അവാർഡുകൾ കുറേ കാര്യങ്ങൾ കിട്ടി. കാരണം ഒരു 10 വയസ്സ് വരെ ആ ഒരു കുട്ടി നല്ല രീതിയിൽ ഒരു പെണ്ണിനെ പോലെ തന്നെ എങ്ങനെയാണോ ഒരു ഗേൾ പെരുമാറുന്നത് അതുപോലെ തന്നെയായിരുന്നു ആ ഒരു കുട്ടിയും പെരുമാറിയിരുന്നത്. ഓക്കെ, ടീനേജ് പ്രായം എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞ ബ്രൂസിൻ്റെ നൈറ്റ് മെയർ ആരംഭിച്ചത്. ബ്രൂസിന് സത്യം പറഞ്ഞ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ആക്ച്വലി ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വളരെ രീതിയിൽ കൂടാൻ തുടങ്ങി. അവന് മര്യാദയ്ക്കൊന്ന് അവൻ എല്ലാ ഭാഗത്തും അലോണായിട്ട് ആണുങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു കംഫർട്ട് പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി. സോ ഒബ്വിയസ്ലി അവൻ്റെ പാരൻസ് തുറന്നു പറഞ്ഞു, നീ ഒരാണാണ്, എന്നാൽ നീ ഇങ്ങനത്തെ ഒരു കാര്യം നടന്നു, അതുകൊണ്ട് നീ ഇപ്പോൾ പെണ്ണായിട്ടാണ് ഇതാക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ അത് കുറേ എന്താ പറയുക ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നുപോയി. അവസാനം ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു പേരിൽ അവൻ വീണ്ടും ജീവിച്ചു. അവസാനം 38-ാമത്തെ വയസ്സിൽ ഡിപ്രഷൻ കയറി അവൻ ആത്മഹത്യ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ്പെരിമെൻ്റ് അതായിരുന്നു. ഇനി ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഒബ്വിയസ്ലി ഞാൻ ഈ സ്റ്റോറി പറയുന്നതിന് മുന്നേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ജെനൈറ്റൽ ഓർഗൻസ് അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലായി. സപ്പോസ് നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ആണുങ്ങളുടെ ടെസ്റ്റിക്കിൾസ് ഞാൻ മുറിച്ച് കളഞ്ഞു ഒരു ഫീമെയിൽ വെജൈന ഞാൻ അവിടെ ഫിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഞാൻ എൻലാർജ് ചെയ്യിപ്പിച്ചു. ഫീമെയിൽസിൻ്റെ കേസ്, വുമൻസിൻ്റെ കേസ് ഞാൻ ബ്രസ്റ്റ് കട്ട് ചെയ്തു, അതുപോലെ ടെസ്റ്റിക്കിൾസ് വെച്ച് പിടിപ്പിച്ചു. ഇനി നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഓക്കെ, നിങ്ങൾക്ക് ഇനിയും പറയാം ഹോർമോൺസ് ആണ് അതിന് കാരണം. ഹോർമോൺസ് 2 പേർക്കും ഡിഫറെൻ്റ് ആണ്. ടെസ്റ്റോസ്റ്റെറോൺ ആണ് ആണുങ്ങൾക്ക്, അതുപോലെ ഫീമെയിൽസിന് ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ ആണ്. ഞാൻ പറയാണ് ഹോർമോൺസ് ഞാൻ ചേഞ്ച് ചെയ്തു. അതായത് ആണുങ്ങൾക്കുള്ള ഹോർമോൺ മാറ്റി പെണ്ണുങ്ങളുടെ ഹോർമോൺ
ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഉള്ള ആൾക്ക് ഞാൻ ടെസ്റ്റോസ്റ്റിറോൺ ആണ് കുത്തിവെച്ച് കൊടുത്തത്. ടെസ്റ്റോസ്റ്റിറോൺ ഉള്ള ആൾക്ക് ഞാൻ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കുത്തിവെച്ച് കൊടുത്തു. സോ ഇനി നീ ആണാണോ പെണ്ണാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഓക്കെ. നിങ്ങൾ പറയാണ് ക്രോമസോംസ് XX ക്രോമസോം പെണ്ണുങ്ങൾക്ക്, XY ക്രോമസോം ആണുങ്ങൾക്ക് അങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ എംബ്രിയോ സ്റ്റേജിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ക്രോമസോംസ് ഞാൻ ചേഞ്ച് ചെയ്തു എന്ന് വയ്ക്കാം. സോ നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? യാ, ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ആണാണോ പെണ്ണാണോ. പക്ഷേ ഇപ്പോഴും ബ്രെയിൻ എന്നത് നിങ്ങളോട് പറയും നീ ഒരു ആണാണോ പെണ്ണാണോ എന്ന്. അതായത് നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ബ്രെയിൻ. അതാണ് നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. സോ നിങ്ങളുടെ ബ്രെയിനിലത്തെ ബെഡ് ന്യൂക്ലിയാലിസ് സ്ട്രയ ടെർമിനാലിസ് എന്ന് പറഞ്ഞ ഒരു പോർഷനാണ് ആക്ച്വലി നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ ഇനി പറയുകയാണെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് കേസ് ഇങ്ങനെയാണ്. അതായത് ആണിന്റെ ശരീരമാണെങ്കിലും പെണ്ണിന്റെ ഒരു മനസ്സ് അവരുടെ ഉണ്ടാവാൻ കാരണം അവർ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടല്ല, അവരുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ പ്രൂവ് ചെയ്തു. സോ കുറേ പേര് പറയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന് ഒരിക്കലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല, സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ട്രാൻസ്ജെൻഡേഴ്സ് സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. അത് നിയമത്തിനെതിരാണ്. ഒരിക്കലും ട്രാൻസ്ജെൻഡേഴ്സ് ഒരിക്കലും സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം വേറെ ഒന്നല്ല, ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വുമണ് സത്യം പറഞ്ഞാൽ മെയിലിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തും ഉണ്ടാവും, ഫീമെയിലിൻ്റെ ആ ഒരു ബെനിഫിറ്റും ഉണ്ടാവും. ഐ മീൻ ഒരു റണ്ണിങ് കോമ്പറ്റീഷൻ ആയാലും അതിൽ മെയിൽസിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് ബാക്കി ഫീമെയിൽസിനെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ സാധിക്കും. സോ അതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻജസ്റ്റിസ് ആയതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരിക്കലും സ്പോർട്സിൽ നമ്മൾ അലൗ ചെയ്യാത്തത്. ഓക്കെ, ഈ ലെസ്ബിയൻസ് ഗേ എന്ന് പറയുമ്പോൾ കുറേ പേര് പറയുന്ന ഒരു കാര്യമാണ് സയൻസ് ഒരിക്കലും ഗേ ജീൻ ഡിസ്കവർ ചെയ്തിട്ടില്ല. ഒരിക്കലും സയൻസ് അങ്ങനത്തെ ഒരു കാര്യം ഡിസ്കവർ ചെയ്തിട്ടില്ല എന്ന് ഇവർ ഉന്നയിക്കുന്നു. ശരിയാണ്, അവർ പറയുന്നതിലും കാര്യമുണ്ട്. കാരണം ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള രണ്ട് വ്യക്തികൾക്ക് മാത്രമാണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കൂ. ഒരിക്കലും ഹോമോസെക്ഷൽ ആയിട്ടുള്ള രണ്ട് വ്യക്തികൾക്ക് അങ്ങനത്തെ ഒരു കാര്യം സാധിക്കില്ല. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഒരിക്കലും അവരുടെ ജീൻ ഒരിക്കലും പാസ് ഡൗൺ ആവില്ല. പക്ഷേ നിങ്ങൾ നേച്ചറിൽ എടുത്ത് നോക്കുമ്പോൾ ജിറാഫുകൾ തമ്മിൽ ഉള്ള ആ ഒരു ജിറാഫുകളിൽ മെയിൽസ് തമ്മിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ചിമ്പാൻസീസിൽ ഫീമെയിൽസ് തമ്മിലുള്ള അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഞാൻ കൂടുതലായിട്ട് ചകഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ശരിക്കും പറഞ്ഞാൽ എവല്യൂഷനിലും ഇതിനൊരു പിടിപാടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മരം കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന കൈ, ഇപ്പൊ നമ്മൾ ആ ഒരു കൈ ഉപയോഗിച്ചിട്ടാണ് ലാപ്ടോപ്പിലായാലും മ്യൂസിക് വായിക്കാനായാലും ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ആ കൈ തന്നെയാണ് രണ്ട് കാര്യത്തിനും ഉപയോഗിക്കുന്നത്. സോ എവല്യൂഷൻ വഴി നോക്കുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുപോലത്തെ രീതിയിലുള്ള ഹോമോസെക്ഷൽ ആയിട്ടുള്ള വ്യക്തികൾ അങ്ങനത്തെ രീതിയിൽ വരാനും ചാൻസ് ഉണ്ട്. സോ ഈ ഒരു കാര്യം എവല്യൂഷൻ വഴി പ്രൂവ് ചെയ്യുന്നു. ഹോമോസെക്ഷൽ ആയിട്ടുള്ളത് ജീൻ വഴിയും കിട്ടും. പിന്നെ ഐഡന്റിക്കൽ ട്വിൻസിന്റെ കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു എംബ്രിയോന്ന് തന്നെ സ്പ്ലിറ്റായി രണ്ട് എംബ്രിയോസ് ആയി മാറി അങ്ങനെ ഉണ്ടാവുന്ന ആൾക്കാരിലും ഈ ഒരാൾ ഹെട്രോസെക്ഷൽ ആവുകയാണെങ്കിൽ മറ്റൊരാളും ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കും. ഒരാൾ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ മറ്റൊരാളും ഹോമോസെക്ഷൽ ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കും. സോ സയൻസ് പ്രകാരം ഇത് ആക്ച്വലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ജീനിന്റെ കേസ്. സോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ജീൻ എന്ന പെർസ്പെക്റ്റീവും ഉണ്ട്, എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവും ഉണ്ട്. ജീൻ എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. എവല്യൂഷൻ വഴിയുള്ള ബേസിസ് കഴിഞ്ഞു, ഇനി നമുക്ക് എൻവയോൺമെന്റൽ ബേസിസിൽ പോകാം. സോ എൻവയോൺമെന്റൽ ബേസിസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ട്രോമ അല്ലെങ്കിൽ ആ ഒരു അബ്യൂസ് നടന്നപ്പോൾ അവർക്കുണ്ടായ ആ ഒരു വിഷമം, അത് കാരണം ആ ഒരു സെക്സിനോട് ചിലപ്പോൾ അവർക്ക് ആ ഒരു സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉള്ള അവരോട് ഇവർക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇവര് കൂടുതലും അവരുടെ ഇതനുസരിച്ച് കൂടുതലായിട്ട് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് കൂടുതൽ മിങ്കിൾ ആവുന്നതും കുറച്ചും കൂടി കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരോടായിരിക്കും അവർ കൂടുതൽ പെരുമാറുന്നത്. ഇത് അവരുടെ കേസിൽ മാത്രമല്ല നമ്മുടെ കേസിലും ഇത് അപ്ലിക്കബിൾ ആണ്. നമുക്കൊരിക്കലും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്നതിനും വേണം നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്നതാണ് താല്പര്യം. സോ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ അടുത്ത് കേട്ട ഒരു കഥയാണ്. അതായത് ഒരു പെൺകുട്ടി
ആ പെൺകുട്ടിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ എന്താ പറയാ കുറച്ച് അബ്യൂസ് നേരിടേണ്ടി വന്നു. അത് ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള ആളിൽ നിന്നാണ് ആ ഒരു അബ്യൂസ് ഒക്കെ നേരിടേണ്ടി വന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ ആ ഒരു പെൺകുട്ടി പിന്നെ അങ്ങോട്ട് എന്താ പറയാ ട്രോമറ്റൈസ് ആവാണല്ലോ. കാരണം പിന്നെ അങ്ങനത്തെ സെക്സ് അല്ലെങ്കിൽ അതായത് എല്ലാവരും അങ്ങനെ ആവണമെന്ന് ഇല്ല. പക്ഷെ ആ ഒരു ബ്രെയിന് കോംപ്ലക്സ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ കംഫർട്ട് ആയിട്ടുള്ള വ്യക്തികളോട് മാത്രം സംസാരിക്കാനേ നമ്മളെ താല്പര്യപ്പെടുത്തുള്ളൂ. അൺകംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അത് താല്പര്യം പ്രകടിപ്പിക്കില്ല. ഓക്കെ, നമ്മളിവിടെ ലെസ്ബിയൻ, ഗേ, ട്രാൻസ്ജെൻഡേഴ്സ് ഇവരൊക്കെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇതോടുകൂടി ഞാൻ പറഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരാൾക്കാരും ഹേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ ഹേറ്റ് ചെയ്യാം, അല്ലാതെ അവരെ ഹേറ്റ് ചെയ്തതുകൊണ്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. പിന്നെ ബ്രോയും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. അല്ല എന്ന് പറഞ്ഞാലും ബ്രോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി, റിലീജിയൻ ബേസ്ഡ് ആയ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കും ബ്രോ. എനിക്ക് ബ്രോനോട് പറയാനുള്ളത്, ഇതുപോലെ ഹെയ്റ്റ് പടർത്തുന്നതിൽ കാര്യമില്ല. ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന വെച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ ഇത് ട്രിഗർ ആവാൻ പറ്റിയ ഒരു കാര്യമില്ല, ഒരു അറിവില്ലായ്മ എന്ന രീതിയിൽ ഇതിനെ കാണാൻ കഴിയും. ഈ ഒരു കാര്യത്തെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ഫ്രീഡത്തിൽ കടന്നു കയറാൻ പാടില്ല. നമ്മളുടെ ഫ്രീഡത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ അതൊരിക്കലും മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ടാവരുത്, മറ്റൊരാളെ ഹേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയൊന്നും പാടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഈ ഒരു വാക്യത്തോടു കൂടി ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പോവാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിച്ചിടുന്ന കർമ്മങ്ങളെല്ലാം അവരനും സുഖകരമായി വന്നിടേണം. താങ്ക് യു.